മാതൃകയായി ഡിവൈഎഫ്ഐയുടെ മവാസോ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ ഇന്ന് രണ്ടാം ദിവസമാണ്. സംഘാടനം കൊണ്ടും ആശയം കൊണ്ടും പുതിയ തലമുറ മവാസോ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കമലേഷ് ചേരുകയാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. കമലേഷ്, പുതിയ ആശയങ്ങൾ, കാഴ്ചപ്പാടുകൾ, സ്റ്റാർട്ടപ്പുകൾ സംബന്ധിച്ച് പങ്കുവയ്ക്കാം, ഒപ്പം തന്നെ മത്സരിക്കാം. അങ്ങനെ ഒരു ഇടമാണ് മവാസോ എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് പുതിയ തലമുറ ഏറ്റെടുത്തിരിക്കുന്നത്? മനു, ഏറെ ആവേശകരമായ ഒരു കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു പരിപാടി തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇവിടെ ഉള്ളത്. അത് ഈ മവാസോ ഒരു സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ എന്നുള്ള നിലയിൽ സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. വിവിധ യുവാക്കൾക്കിടയിലെ എല്ലാ തരത്തിലുമുള്ള ആശയങ്ങളെ പിച്ച് ചെയ്യുന്ന ഒരു ഇടമായി ഇതിനെ മാറ്റിയിട്ടുണ്ട്. ഈ പുതിയ സ്റ്റാർട്ടപ്പ് ആശയങ്ങളെ പിച്ച് ചെയ്യുന്ന പ്രത്യേക ഒരു മത്സരവും ഇവിടെ സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് ഉച്ചയോടുകൂടി ആ പിച്ചിങ് മത്സരം അവസാനിക്കും. അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് സമ്മാനങ്ങൾ ഉൾപ്പെടെ, അതായത് അവാർഡുകൾ ഉൾപ്പെടെ നൽകുന്ന നിലയിലേക്ക് വളരെ ബൃഹത്തായ ഒരു പരിപാടി തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ഡിവൈഎഫ്ഐ അല്ലെങ്കിൽ ഒരു യുവജന സംഘടനയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ നടക്കുന്നത് എന്ന് തന്നെ പറയാൻ കഴിയും. ഡിവൈഎഫ്ഐ സംബന്ധിച്ച് നേരത്തെ തന്നെ ഇത്തരത്തിൽ പലതരത്തിലുള്ള, അതായത് പ്രളയകാലത്ത് ഉൾപ്പെടെ ക്രിയാത്മകമായ പലതരത്തിലുള്ള ആശയങ്ങളിലൂടെ ഈ സമരോത്സുക യുവനം എന്നതിനൊപ്പം തന്നെ ക്രിയാത്മകമായി കാര്യങ്ങളെ യുവാക്കളുടെ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു സംഘടന കൂടിയാണ്. ആ നിലയിൽ വളരെ ഉജ്ജ്വലമായ ഒരു മുന്നേറ്റമായി കേരളത്തിന്റെ വ്യാവസായിക രംഗത്ത് അല്ലെങ്കിൽ യുവാക്കളുടെ ഒരു കാര്യങ്ങളിൽ ഉൾപ്പെടെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്ന ഒരു നീക്കമായി ഇത് മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ നിലയിലുള്ള പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഈ പിച്ചിങ് വേദിയിൽ എത്തുന്ന സാഹചര്യമുണ്ടായി. ചില ആളുകളുമായി, അതായത് ഈ സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ അവരുടെ ആശയങ്ങൾ പങ്കുവെക്കുന്ന ആളുകളുമായി മന്ത്രി സംവദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. മന്ത്രി പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, രാജ്യത്ത് കേരളത്തിൽ മാത്രം സംഘടിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഈ ഡിവൈഎഫ്ഐ ഇവിടെ ഏറ്റെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് ഏറ്റവും മികച്ച, രാജ്യത്ത് എന്നല്ല ലോകത്തെ തന്നെ ഏറ്റവും മികച്ച അതായത് സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം ഉള്ള ഒരു ഇടമായി കേരളം മാറിയിട്ടുണ്ട് എന്ന ഒരു കാര്യം മന്ത്രി പറയുകയും ചെയ്തു. ഇനിയിപ്പോൾ അല്പസമയത്തിനകം എം വി ഗോവിന്ദൻ മാസ്റ്റർ, അതായത് CPM സംസ്ഥാന സെക്രട്ടറി, അതുപോലെ തന്നെ MLA എം വി ഗോവിന്ദൻ മാസ്റ്റർ മറ്റൊരു ചടങ്ങിൽ, ഒരു ഫേസ് ടു ഫേസ് പരിപാടിയിൽ ഇവിടെ പങ്കെടുക്കാൻ പോവുകയാണ്. ആ നിലയിൽ വളരെ മികച്ച നിലയിൽ തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഈ പരിപാടി മുന്നോട്ട് പോകുന്നത്. മനു, ശരി, കമലേഷ് വിവരങ്ങൾ നൽകിയത്.